ഹായ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. രണ്ടു പേരും രണ്ട് സ്ഥലങ്ങളിലായിരിക്കും, ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഡിസ്റ്റൻസിലുള്ള പ്രണയമൊക്കെ ഇന്നത്തെ കാലത്ത് വർക്കാവോ ഇല്ലേ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. വർക്കാവും, പക്ഷേ എങ്ങനെയാണ് ഡിസ്റ്റൻസിലിരുന്ന് പ്രണയിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അത് എസ്പെഷ്യലി രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ടായിരിക്കും ലവ് ലാംഗ്വേജ് എന്നുള്ളതൊക്കെ. അത് 5 കാര്യങ്ങളാണ് അതിൽ ഡീപ്പായിട്ട് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്നുള്ളതാണ്. അതെങ്ങനെ ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം? നിങ്ങൾ മെസ്സേജ് അയക്കില്ലേ, ആ മെസ്സേജ് അയക്കുന്ന സമയത്ത് നല്ല അപ്രീസിയേഷൻ മെസ്സേജുകളൊക്കെ അയക്കുക. അവർക്ക് കുറച്ച് സുഖം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്കൊരു ഗുഡ് ഫീൽ ഉണ്ടാക്കുന്ന വേർഡ്സുകൾ നിങ്ങൾ അയക്കുക. ഇപ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അടിപൊളിയായിട്ടുണ്ടല്ലോ, ജസ്റ്റ് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ വിളിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ നേടിയതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ കോളിലൂടെയും അതുപോലെ തന്നെ വീഡിയോ കോളിലൂടെ അതുപോലെ തന്നെ ടെക്സ്റ്റിലൂടെ ഒക്കെ ആ ഒരു അവർക്ക് പോസിറ്റീവ് വൈബ് കിട്ടുന്ന രീതിയിലുള്ള സംസാര രീതി നിങ്ങൾ കൊണ്ടുവരിക. ഒരുപാട് പരാതികളും ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് പകരം നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നിലനിർത്താനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തതായിട്ട് പറയുന്നത് ക്വാളിറ്റി ടൈം എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ചിരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളെ നോർമൽ റിലേഷൻഷിപ്പിൽ പറയുക. അവർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുക, ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയും. ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, 1 നേരമാണോ 2 നേരമാണോ 3 നേരമാണോ എന്നൊക്കെ. നിങ്ങളുടെ ജോബിനെ ബേസ് ചെയ്തിട്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് മാൻ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. എന്താണെങ്കിലും മിനിമം ഒരു ദിവസത്തിൽ 1 തവണയെങ്കിലും കോണ്ടാക്റ്റ് വെക്കുക എന്നുള്ളത് തന്നെയാണ് ക്വാളിറ്റി ടൈം എന്നുള്ളത് കൊണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഉദ്ദേശിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് വീഡിയോ കോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഡിയോ കോൾ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഫുൾ ആ ഒരു കോളിൽ തന്നെ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. പല ആളുകളും ഉണ്ട് കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. ചില ആളുകളുണ്ട് എന്തെങ്കിലും മെയിൽ ഒക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയല്ലാതെ 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ എത്ര ടൈമാണോ നമ്മൾ സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്ന മുഴുവൻ സമയവും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണ് പറയുന്നത് എന്നുള്ളത് ക്യൂരിയോസിറ്റിയോടുകൂടി കേൾക്കുകയും അതിന് റെസ്പോണ്ടിങ് കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ വ്യക്തമായിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ ക്വാളിറ്റി ടൈം എന്നുള്ളത് നമുക്ക് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടുപേരും അന്നത്തെ ദിവസം എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഷോർട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഹാബിറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ ആ ഒരു ടൂളിന് ഭയങ്കരമായിട്ട് മനോഹരമാക്കാനായിട്ട് പറ്റും. ആ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് റിസീവിങ് ഗിഫ്റ്റ് എന്നുള്ളതൊക്കെയാണ് മൂന്നാമത്തെ ഒരു ടൂളായിട്ട് പറയുന്നത്. അത് നമുക്ക് ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ അയച്ചു കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് അയക്കുന്നുണ്ട് കേട്ടോ എന്ന് ആദ്യമേ പറഞ്ഞിട്ട് അയക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളത് സർപ്രൈസ് ആയിട്ട് തന്നെ അയച്ചു കൊടുക്കുക. അത് അവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ, എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ, അത് ആർക്ക് കിട്ടുമ്പോഴും കൊടുക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും സന്തോഷമുള്ള കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ അയക്കുക എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആക്ട് ഓഫ് സർവീസ് എന്നുള്ളതാണ്. നമുക്ക് ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് ഒരാളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്.
ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇപ്പോൾ വൈഫാണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഹസ്ബൻഡ് ആണെങ്കിൽ പുറത്ത് കൊണ്ടുപോയി നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഇത് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ചെയ്യാം കേട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് പറ്റാറുണ്ട്. പക്ഷേ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇതെങ്ങനെ പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പ്രവാസികളായിരിക്കും ഹസ്ബൻഡ്. അപ്പോൾ പുറത്തായിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ, ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് ആയിക്കോട്ടെ, അതൊക്കെ മേക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത സാധനങ്ങൾ പാക്ക് ചെയ്ത് സ്വന്തം ഹസ്ബൻഡിന് കൊടുത്തു വിടുന്ന ഭാര്യമാരെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഈ ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു ടൂളിൽ വരുന്ന ഒരു കാര്യമാണത്. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്തിട്ട് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എത്തിക്കുക. അത് ഒരാളിലൂടെ ആവാം, അല്ലെങ്കിൽ വല്ല എഴുത്തോ കത്തോ മറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ആളുകളിലൂടെ എത്തിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ഒരു ആക്ട് ഓഫ് സർവീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റിമസി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഡിസ്റ്റൻസ് ഒന്നും പ്രണയത്തിന് യാതൊരു പ്രശ്നവുമല്ല എന്നുള്ളത് നമുക്ക് ഇത്തരം ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടത് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട സംഭവങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതും ഈ ആക്ട് ഓഫ് സർവീസിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് അയക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് വേണ്ട ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്താണെങ്കിൽ അത് ചെയ്യുക, അവരോട് സ്വന്തമായിട്ട് വാങ്ങിക്കോളാൻ വേണ്ടി പറയുക. ഇങ്ങനെയൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ആക്ട് ഓഫ് സർവീസിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. സോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലും ഇത് വർക്കാവും. ഇനി അടുത്തതായിട്ട് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് പോസിബിൾ ആവുക എന്നൊക്കെ പല ആളുകളും ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ അതിന് ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ പുതപ്പ്, അങ്ങനെ അത് തന്നെ ഡിസ്റ്റൻസിലിരിക്കുന്ന ആൾ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്പ്രേ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ആ സ്പ്രേയുടെ സ്മെല്ല് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു സ്മെല്ല് വഴിയൊക്കെ ആ ഒരു ഫിസിക്കൽ കണക്ഷനൊക്കെ ഫീൽ ചെയ്യാനും പരസ്പരം കോളിലായിരിക്കുന്ന സമയത്ത് അത് അനുഭവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇന്ന് വീഡിയോ കോളിൻ്റെ ഒരു യുഗമാണല്ലോ, അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്യാം. ഇപ്പം നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിലും നമ്മൾ ഫോൺ വഴിയൊക്കെ കിസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലെ ലോങ് ഡിസ്റ്റൻസിൽ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സാണ് എന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് എത്തിക്കുക. തീർച്ചയായിട്ടും അവരുടെ ജീവിതം മനോഹരമാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ടിപ്സുകൾ ഇതിൽ നിന്നും ലഭിക്കാതിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യാം. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ നൽകുന്നതാണ്. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.